ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് പാപ്പുമോളുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ പാപ്പുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ പാപ്പു ഒപ്പനയ്ക്ക് മണവാട്ടിയാണ്. അതുപോലെ തന്നെ ഒരു ഫോക്ക് ഡാൻസ് ഉണ്ട് ആൾക്ക്, ലൈക്ക് മണിച്ചേട്ടൻ്റെ ഒരു സോങ്. സോ ആൾക്ക് 3 വയസ്സേ ആവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അവളുടെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ മേക്കപ്പ് സംഭവങ്ങളൊക്കെ തുടങ്ങി. നമ്മളെ ചുങ്കൂട് കുട്ടപ്പനെ എടുത്ത് പോകാനാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ മൂത്തമ്മ ഉള്ളതുകൊണ്ട് ഓൾറെഡി നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. സോ എന്നാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വാക്ക് പറയൂ, എന്താ പറയേണ്ടത്? പാപ്പുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട്. പാപ്പുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഇനി ഒരുപാട് സ്റ്റേജുകൾ കയറാൻ പറ്റട്ടെ. അവളുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് മനസ്സിലാവുമായിരിക്കും. എന്ത് പാപ്പുനല്ല, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പാപ്പു എന്നറിയാം. സോ ഒരുപാട് ഞാൻ ഇതേപോലത്തെ വയസ്സിൽ തന്നെയല്ലേ ഡാൻസ് ഒക്കെ തുടങ്ങി. അല്ല ഇത്രയല്ല, എന്നാലും 3-ാം വയസ്സ് 3-4-ാം വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ പാടിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനിപ്പോ ഇന്നിതാ ഒന്നും എത്താണ്ട്. പക്ഷെ ഇന്നെ പോലെ ആവരുത് പാപ്പു നല്ല നിലയിൽ എത്തുന്നതാണ്. സോ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മളെത്തി. നമ്മുടെ മൂത്തുമ്മയുടെ കൂടെ നമ്മുടെ മമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഉള്ള കഷ്ടപ്പാടിലാണ് ഗൈസ്, കുട്ടികൾ നിൽക്കുന്നില്ല. നമ്മുടെ സഹോദര സ്ഥാപനം വാക്കാട് ഈസ്റ്റ് 77-ാം നമ്പർ അങ്കലവാടി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായാ? സങ്കടം വരാ. ഉമ്മാന്റെ കണ്ടു എല്ലാരും കയറി. പാപ്പു ഐ മീൻ വാക്കാട് കൺമശൊക്കെ പരന്നൊരു കഥ ഇങ്ങനെ ഇതിനാണ് ആൾക്കാരെ. കാണാൻ പറ്റില്ല, കാരണം കോലം വേറെയാണ്. അപ്പൊ നമ്മള് പാപ്പുവിന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട്, പാപ്പുവിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ. സോ അത് മമ്മി കൈമാറുന്നതാണ്. നമ്മുടെ താഹിറ ബീഗം കൈമാറുന്നതാണ്. ഒരുപാട് വേദികൾ കൈയെടുക്കാൻ സാധിക്കട്ടെ. അത് തുറന്നു നോക്കൂ. കാണിക്കാൻ നോക്കട്ടെ. വാ അങ്ങോട്ട് തന്നെ നോക്കട്ടെ.